ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം നാളെ, അതായത് 8-ാം തീയതി ശനിയാഴ്ച പുറത്തു വരാനിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ ഒരെണ്ണമൊഴികെ ഭൂരിഭാഗവും BJP വലിയ നേട്ടമുണ്ടാക്കുമെന്നും അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഒരു പതിറ്റാണ്ടത്തെ ഭരണത്തിന് ശേഷം അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്നുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എക്സിറ്റ് പോളുകൾ ശരിയായാൽ നൂറ്റാണ്ടിന് ശേഷമാകും രാജ്യ തലസ്ഥാനത്ത് ഒരു BJP ഭരണകൂടം ഉണ്ടാകുക. കാരണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം അല്ലെങ്കിൽ 2 സർക്കാരുകൾ രൂപീകരിച്ചത് അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടിയായിരുന്നു. അതിനു മുമ്പ് 3 ടേമുകളിലായി തുടർച്ചയായി 15 വർഷം ദില്ലി ഭരിച്ചത് കോൺഗ്രസ് നേതാവ് ഷീല ദീക്ഷിത് ആയിരുന്നു. അതുകൊണ്ടാണ് നൂറ്റാണ്ടിന് ശേഷം എക്സിറ്റ് പോളുകൾ ശരിയായി വന്നാൽ BJP രാജ്യ തലസ്ഥാനത്ത് ഒരു ഭരണകൂടം ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെയും ഹരിയാനയിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതുപോലെയും എക്സിറ്റ് പോളുകൾ ഡൽഹിയുടെ കാര്യത്തിലും പാളുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ജനങ്ങളുടെ ജീവിതത്തെ ഇത്രമാത്രം സ്പർശിച്ച മറ്റൊരു സർക്കാരും ആം ആദ്മി സർക്കാർ അല്ലെങ്കിൽ ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിനെ പോലെ മറ്റൊരു സർക്കാരും ഉണ്ടായിട്ടില്ല. മധ്യവർഗത്തിൻ്റെയും ദരിദ്ര വിഭാഗങ്ങളുടെയും ജീവിത നിലവാരത്തിൽ വലിയ വ്യത്യാസമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി സർക്കാരുകൾ ഡൽഹിയിൽ ഉണ്ടാക്കിയെടുത്തത്. മൊഹല്ല ക്ലിനിക്കുകൾ വഴി സൗജന്യ ചികിത്സ ഉറപ്പാക്കുവാനും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്വിമ്മിംഗ് പൂളുകളും ഫുട്ബോൾ കോർട്ടുകളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി പൊതുവിദ്യാലയങ്ങളിൽ സൗജന്യ വിദ്യാഭ്യാസം നൽകുവാനും ഈ സർക്കാരുകൾക്ക് സാധിച്ചു. അതുകൂടാതെ സൗജന്യമായി വൈദ്യുതിയും വെള്ളവും വിതരണം ചെയ്ത് ജനങ്ങളുടെ കീശ കാലിയാക്കാതെ നോക്കിയ ഒരു സർക്കാരാണ് ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും ജനങ്ങൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷനും കൃത്യമായി നൽകിക്കൊണ്ട് ജനജീവിതങ്ങളെ സ്പർശിക്കുവാൻ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റു പാർട്ടികളും ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വലിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നുണ്ടെങ്കിലും ആം ആദ്മി പാർട്ടി ഭരണകൂടമാണ് ആദ്യമായി തങ്ങൾ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും തന്നെ ജനങ്ങൾക്ക് കൃത്യമായി പാലിച്ച് യാഥാർത്ഥ്യമാക്കിയത്. ഇതെല്ലാം ഇരിക്കെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാർക്കിടയിൽ അരവിന്ദ് കെജ്രിവാളിനുള്ള വലിയ സ്വാധീനമാണ്. ഒരേ കുടുംബത്തിൽ തന്നെ പുരുഷൻ BJPക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമാണ് വോട്ട് ചെയ്യുന്നത് എന്ന് വെളിപ്പെടുത്തുന്ന പല മാധ്യമ റിപ്പോർട്ടുകളും തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് തന്നെ പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഡൽഹിയുടെ ഉൾപ്രദേശങ്ങളിൽ BJPയെ പോലും നാണം കെടുത്തുന്ന വിധം ഹൈന്ദവ കാർഡ് ഇറക്കുവാനും അരവിന്ദ് കെജ്രിവാളിന് സാധിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതായത് അമർനാഥിലേക്കും അയോധ്യയിലേക്കുമെല്ലാം ഗ്രാമമുഖ്യന്മാരുടെ നേതൃത്വത്തിൽ സൗജന്യ തീർത്ഥാടന യാത്രകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടും ഹനുമാൻ ചാലിസ ചൊല്ലിയും അരവിന്ദ് കെജ്രിവാൾ ഇറക്കിയ ഹൈന്ദവ കാർഡ് ഒരുപക്ഷെ BJPയെ അമ്പരപ്പിച്ചേക്കാമെന്ന് മാത്രമല്ല അവരുടെ വോട്ട് ബാങ്കിനെ വലിയ രീതിയിൽ ചോർത്തുവാനും സാഹചര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് കുംഭകോണ കഥകൾ പുറത്തു വരാറുണ്ട്. 1000 കോടിയുടെയും 10,000 കോടിയുടെയും 1,00,000 കോടിയുടെയും അഴിമതി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ വളരെ അപൂർവമായി മാത്രമേ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിമാർ ജയിലിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. ഇത്തരം അഴിമതി കഥകളുടെ കൂട്ടത്തിൽ താരതമ്യേന ചെറിയൊരു തുകയുടെ അഴിമതി കഥയുടെ പേരിലാണ് അല്ലെങ്കിൽ അഴിമതി ആരോപണത്തിൻ്റെ പേരിലാണ് മാസങ്ങളോളം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ കഴിയേണ്ടി വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് പ്രചാരണത്തിനായി അദ്ദേഹത്തിന് പുറത്തിറങ്ങുവാൻ സാധിച്ചത്. ലോക്സഭയിൽ ഇങ്ങനെ ജയിൽ മോചിതനായ, ജയിലിലടയ്ക്കപ്പെട്ട, വേട്ടയാടപ്പെട്ട ഒരു മുഖ്യമന്ത്രി എന്ന പരിഗണന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വോട്ടായി മാറിയില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് വേണ്ടി ആം ആദ്മി പാർട്ടി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ചില വാഗ്ദാനങ്ങളാണ്.
ഇവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ എക്സിറ്റ് പോളുകളെ അപ്രസക്തമാക്കിക്കൊണ്ട് ചെറിയൊരു ഭൂരിപക്ഷത്തിനാണെങ്കിലും അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ മൂന്നാമത് ഒരു ആം ആദ്മി സർക്കാർ രാജ്യ തലസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഞങ്ങളുടെ പ്രവചനം ശരിയോ തെറ്റോ എന്നറിയുവാൻ നാളെ ഉച്ചവരെ കാത്തിരുന്നാൽ മതിയാകും. അതുവരെ ഈ ചിന്തകൾ നിങ്ങൾക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.